ഇന്ന് ഇതറിയാം, ഒരേ വേദിയിൽ വിഭിന്ന രാഷ്ട്രീയക്കാരായ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മുത്തുവും നമ്മുടെ മനുവും വിനോദവും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെയൊക്കെ അനുയായികൾ തമ്മിൽ തല്ലുമ്പോഴും ഇവരൊക്കെ തമ്മിൽ ഒരു സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കുന്നത് നമുക്കും സാധിക്കണം. നമുക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടും മറ്റുള്ള മതങ്ങളോടുമൊക്കെ ഒരു തുറവി ഉണ്ടാവുന്ന ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരു ചിന്തയിലാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഞാൻ നോക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഞാൻ പറയാം, ഞാൻ സ്ഥാനാർത്ഥിയെ മാത്രമേ നോക്കുകയുള്ളൂ. ആ സ്ഥാനാർത്ഥി ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്താലും ആ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ, ഈ ദേശത്തിൽ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ആ വ്യക്തി ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസും, ആ വ്യക്തിയാണ് എൻ്റെ MLA എന്ന് പറയുമ്പോഴും, ആ വ്യക്തിയാണ് എൻ്റെ കൗൺസിലർ എന്ന് പറയുമ്പോഴും, എൻ്റെ MP എന്ന് പറയുമ്പോഴും എനിക്ക് തലകുനിക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ ഘടനയിലല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നും കൂടെ ഈ തരുണത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്.